നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നുവെച്ചു ഈ അടുക്കള? കവിത ആരംഭിക്കുന്നത് സമൃദ്ധിയുടെ ഒരു വലിയ ചിത്രം വരച്ചുകൊണ്ടാണ്. നെല്ലും ഗോതമ്പും മുതൽ കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും വരെ മത്സരിച്ച് വിളയുന്ന ഫലഭൂയിഷ്ടമായ ഒരു താഴ്വര, ആടും കോഴിയും താറാവും പന്നിയുമെല്ലാം ഒരുമിച്ച് മേയുന്ന സന്തോഷകരമായ ഒരു വീട്. ഈ സമൃദ്ധിയിലും സന്തോഷത്തിലും ലയിച്ചു ചേരാതെ വേറിട്ട് നിൽക്കുന്ന ഒന്നായിട്ടാണ് കവി അടുക്കളയെ അവതരിപ്പിക്കുന്നത്. ഇത്രയധികം സന്തോഷവും സമൃദ്ധിയുമുള്ള ഒരിടത്ത് ഈ അടുക്കള ആരുടെയോ ഓർമ്മക്കുറവിൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ നിലകൊള്ളുന്നു. ഇത് സൂചിപ്പിക്കുന്നത് പുറമേയുള്ള ഈ സമൃദ്ധി ഉണ്ടാക്കുന്നതിനും നിലനിർത്തുന്നതിനും കാരണമായ അടുക്കളയെ സമൂഹം സൗകര്യപൂർവ്വം മറക്കുന്നു എന്നതാണ്. ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. ഈ അടുക്കളയുടെ ഉടമസ്ഥതയെക്കുറിച്ച് കവി നടത്തുന്ന ചിന്ത എൻ്റെ അമ്മയുടെ 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 അമ്മയായിരിക്കാം. അടുക്കളയിലെ ഈ അടിമത്തം തലമുറകളായി സ്ത്രീകൾ പേർന്ന ഒന്നാണെന്ന് കവി വ്യക്തമാക്കുന്നു. അതൊരു വ്യക്തിയുടെ കഥയല്ല, മറിച്ച് ഒരു വംശത്തിൻ്റെ മുഴുവൻ കഥയാണ്. ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു, എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. കവിതയുടെ ഹൃദയഭാഗം അടുക്കളയ്ക്കുള്ളിലെ അവസാനമില്ലാത്ത ജോലികളുടെ വിവരണമാണ്. ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ ഒരു യന്ത്രം പോലെ അടുക്കളയിലെ ഒരാൾ നിർത്താതെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. നുറുക്കൽ, വൃത്തിയാക്കൽ, പാചകം ചെയ്യൽ, രുചി നോക്കൽ, കഴുകി വൃത്തിയാക്കൽ എന്നിങ്ങനെ എണ്ണമറ്റ ജോലികളുടെ ഒരു പ്രവാഹം തന്നെ കവി അവതരിപ്പിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി എന്ന പ്രയോഗം ആ ജീവിതത്തിൻ്റെ വിശ്രമമില്ലായ്മയെ തീവ്രമായി അനുഭവപ്പെടുത്തുന്നു. പേരോ മുഖമോ ഇല്ലാത്ത ആ ഒരാൾ ഒരു വ്യക്തിയല്ല, മറിച്ച് അടുക്കളയെന്ന ചക്രത്തിൽ പെട്ടുപോയ സ്ത്രീ സമൂഹത്തിൻ്റെ ആകെ പ്രതിനിധിയാണ്. അവൾ നിലത്തും മേശപ്പുറത്തും ബാക്കിയായ ഭക്ഷണ അവശിഷ്ടങ്ങൾ തുടച്ചു വൃത്തിയാക്കിയും പാത്രം കഴുകി നിരത്തി വെച്ചും ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ അധ്വാനത്തിന് ഒരു തുടക്കമോ ഒടുക്കമോ ഇല്ല. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വരി കവിതയുടെ മുഴുവൻ ആശയത്തെയും മാറ്റിമറിക്കുന്നു. പുറത്തുള്ള സമൃദ്ധിയും അകത്തെ അനന്തമായ പാചകവും ആരുടെയോ വിശപ്പ് മാറ്റാനാണ്. എന്നാൽ ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ അടുക്കളയിൽ തന്നെ ഒരാൾ വിശന്നു കരയുന്നു എന്നത് ഒരു വലിയ വൈരുദ്ധ്യമാണ്. ആ വിശന്ന് നിലവിളിക്കുന്ന ഒരാളുടെ കരച്ചിൽ ആ സ്ത്രീയെ വീണ്ടും വീണ്ടും അടുക്കളയിൽ തന്നെ തളച്ചിടുന്നു. അതിലുപരി അത് ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ തന്നെ വിശപ്പാണ്. സ്നേഹത്തിനും അംഗീകാരത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള വിശപ്പ്, സ്വന്തമായ ഒരു ലോകത്തിനും വ്യക്തിത്വത്തിനും വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹം.